നമസ്കാരം. ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. സ്വാഗതം. യമൻ ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയെ ജയിലിൽ സന്ദർശിച്ച 24 ഖത്തർ പ്രതിനിധി അൻവർ പാലേരി യമനിലെ സനാ സിറ്റി ജയിലിലെത്തിയായിരുന്നു അൻവർ പാലേരി നിമിഷപ്രിയയുമായി സംസാരിച്ചത്. ജയിൽ മോചിതയാവാൻ നിമിഷപ്രിയ സഹായം അഭ്യർത്ഥിച്ചു. പുറത്തു നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി അറിയില്ല എന്നും നിമിഷപ്രിയ പറഞ്ഞു. അൻവർ പാലേരി തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വളരെ സാഹസികമായ ഒരു യാത്രയ്ക്ക് ശേഷം യമനിൽ യുദ്ധ സാഹചര്യങ്ങളുണ്ട്, യുദ്ധം നേരിൽ കണ്ടു. പക്ഷെ ഞങ്ങളുടെ ലക്ഷ്യം നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട സുപ്രധാന വിഷയമായിരുന്നു. അൽഹംദുലില്ലാഹ് ഇന്ന് ഞങ്ങൾ ജയിലിലെത്തി നിമിഷപ്രിയയെ നേരിട്ട് കണ്ടു, സംസാരിച്ചു. അതിന് മൊബൈൽ ഫോണൊന്നും നമുക്ക് അങ്ങോട്ട് പ്രവേശിപ്പിക്കില്ല. ആകെയുള്ള ഇതാണ്, ഇങ്ങനെ ഒരു സീലടിച്ച് തരും. ജയിൽ സന്ദർശിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സീലാണ് നമുക്ക് തെളിവായിട്ട് തരിക. അപ്പോൾ അവിടെ നിമിഷപ്രിയ പറയുന്നത് എത്രയും പെട്ടെന്ന് തന്നെ പുറത്തിറക്കണം എന്നാണ്. അവർക്ക് മറ്റു യാതൊരു വിവരങ്ങളും പുറത്ത് നടക്കുന്നൊന്നും അറിയില്ല. പിന്നെ അതിനകത്ത് മറ്റൊരു സ്ത്രീ ഉണ്ടായിരുന്നു, അവരെ പ്രൊട്ടക്ഷനൊക്കെ നോക്കുന്നത്. നമ്മളിനി ബാക്കി എന്താണെന്നുള്ളത് നമുക്ക് ചാണ്ടി ഉമ്മൻ സാറുണ്ട്, മറ്റു പലരും ഉണ്ട്. നമുക്ക് മലയാളി സമൂഹമായിട്ട് ചേർന്നിട്ട് നമ്മുടെ ലോകത്തുള്ള മുഴുവൻ മലയാളികളും ഒന്നിക്കും. അതിനുള്ള ഇവരുമായിട്ട് എന്തൊക്കെയാണ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്, നമുക്ക് ദയാധനം ഒരു എമൗണ്ട് കൊടുത്തിട്ട് അതെത്രയാണെങ്കിലും അത് കൊടുത്ത് നമുക്ക് നിമിഷപ്രിയ ഇറക്കാൻ പറ്റുമെങ്കിലും ശ്രമം നടത്താം. ഇൻഷാ അല്ലാഹ് എല്ലാവരും കൂടെ നിൽക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. കൂടുതൽ വിവരങ്ങളുമായി അൻവർ പാലേരി യമനിലെ സനയിൽ നിന്ന് ചേരും. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അഭിമാനത്തിന് വകയുള്ള നിമിഷങ്ങളാണ്. കാരണം ഞങ്ങൾ ദോഹയിൽ നിന്ന് പുറപ്പെട്ട് തന്നെ നിമിഷപ്രിയയെ നേരിൽ കാണുക, ഏതെങ്കിലും തരത്തിൽ അവരെ മോചിപ്പിക്കാനുള്ള ഒരു സാധ്യത, അവസാനത്തെ സാധ്യത ഉണ്ടെങ്കിൽ ആ സാധ്യത കൂടി പരീക്ഷിച്ചു നോക്കുക. ഇതിൽ നമുക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ദോഹ കേന്ദ്രീകരിച്ച് കഴിഞ്ഞ കുറച്ചു നാളുകളായി വലിയ തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ടായിരുന്നു. സുബൈർ മുല്ലോളി എന്ന് പറയുന്ന ഒരു കോഴിക്കോട്ടുകാരൻ, അദ്ദേഹം ഖത്തറിൽ ഇത്തരത്തിലുള്ള നിയമ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു മനുഷ്യനാണ്, എന്റെ വളരെ അടുത്ത സുഹൃത്തുമാണ്. ചാണ്ടി ഉമ്മൻ ഇത്തവണ ദോഹയിൽ വന്നപ്പോഴാണ് ഇതിന്റെ കാര്യം സുബൈറുമായും നമ്മളുമൊക്കെയായി സംസാരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും തരത്തിൽ യമനിലെത്തി അവരെ കാണാൻ പറ്റുകയും ജയിലിൽ അവരെ ചെന്ന് കാണാൻ പറ്റുന്ന എന്തെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്തോളൂ, ഞങ്ങൾ കൂടെ നിൽക്കാം, അതുപോലെ മലയാളി സമൂഹം മൊത്തം കൂടെയുണ്ട് എന്നൊരു ഉറപ്പ് സുബൈറിനും അതുപോലെ നമുക്കും ചാണ്ടി ഉമ്മൻ ദോഹയിൽ വെച്ച് തന്നിരുന്നു. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം ഒരു സാഹസിക യാത്രക്ക് പുറപ്പെട്ടതും ഇന്ന് നിമിഷപ്രിയയെ ജയിലിൽ ചെന്ന് കണ്ട് തിരിച്ചെത്തിയിട്ടുള്ളൂ. ഇപ്പൊ ഒരു 10 മിനിറ്റ് ആയിട്ടുള്ളൂ മുറിയിൽ തിരിച്ചെത്തിയിട്ട്. നിമിഷപ്രിയ വളരെ കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പോലും എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം, എന്താണ് നടക്കുന്നത് എന്നെനിക്കറിയില്ല. അവരെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ എന്തു നടക്കുന്നു എന്നൊരു അമ്മയെ കൂട്ടി സാമൂഹിൽ വന്നിരുന്നു, അതല്ലാതെ മറ്റു കാര്യങ്ങളൊന്നും അവർക്കറിയില്ല. അമ്മ വന്നാൽ കുറെ കരയും, മറ്റൊന്നുമില്ല, എന്നെ എങ്ങനെയെങ്കിലും പുറത്തിറക്കൂ. ഞങ്ങളും വളരെ ആശ്വസിപ്പിച്ചു. അതോടൊപ്പം തന്നെ ജയിലിൽ അവരുടെ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ള ഒരു വനിതയുണ്ട്, യമൻ വനിതയാണ്. അവരും നമ്മളോട് വളരെ റിക്വസ്റ്റ് ചെയ്ത് പറയുന്നു, എങ്ങനെയെങ്കിലും നിമിഷയെ നിങ്ങൾ നാട്ടിലെത്തിക്കൂ, മോചിപ്പിക്കൂ. കാരണം നല്ലൊരു സ്ത്രീയാണ്, നല്ലൊരു പെണ്ണാണ്, നല്ലൊരു സ്ത്രീയാണ്. എങ്ങനെയെങ്കിലും നിങ്ങൾ ഇവരെ നാട്ടിലെത്തിച്ചാൽ അത് വലിയൊരു പുണ്യമായിരിക്കും എന്നാണ് ആ സ്ത്രീ. സത്യം പറഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറഞ്ഞുപോയി. ഇസ്രായേൽ ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അടിയന്തര അറബ് ഇസ്ലാമിക് ഉച്ചകോടി നടത്താൻ ഖത്തർ. ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി ഉച്ചകോടി തലസ്ഥാനമായ ദോഹയിൽ നടക്കും. ഇസ്രായേലിനുള്ള മറുപടി ചർച്ച ചെയ്യും. ഗൾഫ് രാജ്യങ്ങളുടെ ഐക്യമുറപ്പിക്കുന്നതിന്റെ ആദ്യപടിയായാണ് ഞായറാഴ്ച നടക്കുന്ന ഉച്ചകോടിയെ ഖത്തർ കാണുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിച്ച ഇസ്രായേലിനെ എങ്ങനെ നേരിടണമെന്നാവും ദോഹയിൽ ചേരുന്ന അറബ് രാജ്യങ്ങൾ ആദ്യം ആലോചിക്കുക. ഗൾഫ് മേഖല അപകടത്തിലാണെന്നും ഇസ്രായേലി ആക്രമണത്തിനെതിരെ കൂട്ടായ പ്രതികരണം ആവശ്യമാണെന്നും ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽത്താനി പറഞ്ഞിരുന്നു. Such a threat coming from someone like Netanyahu, and he is calling about bring them to justice. He needs to be brought to justice. He is the one who is wanted to the ICC. That's number one. So I think that someone like him trying to lecture the world about the law, he's breaking every law. ഇതിനിടെ അറബ് നേതാക്കൾ ദോഹ സന്ദർശിക്കുന്നത് തുടരുകയാണ്. ജോർദാൻ കിരീടാവകാശി അൽ ഹുസൈൻ ബിൻ അബ്ദുള്ളയും UAE പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സെയ്ദ് അൽ നെഹ്യാനും ഇന്നലെ തന്നെ ഖത്തർ സന്ദർശിച്ചിരുന്നു. ഹമാസ് നേതാക്കളെ പുറത്താക്കിയില്ലെങ്കിൽ ഖത്തറിനെതിരെ ഇനിയും ആക്രമണം നടത്താൻ മടിക്കില്ലെന്ന നെതന്യാഹുവിന്റെ പ്രതികരണത്തിനെതിരെ വിമർശനവുമായി ഖത്തർ പ്രധാനമന്ത്രി രംഗത്തെത്തി. നെതന്യാഹുവിൻ്റേത് ഭരണകൂട ഭീകരതയാണെന്നും രാജ്യത്തിന്റെ പരമാധികാരത്തിന് നേർക്കുള്ള കടന്നാക്രമണമാണെന്നും ഖത്തർ പ്രധാനമന്ത്രി വിമർശിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥ ശ്രമങ്ങളെ ദുർബലപ്പെടുത്താനായിരുന്നു ഇസ്രായേലിന്റെ ഖത്തർ ആക്രമണമെന്ന് ഹമാസ് വക്താവ് ഫൗസി ബർഹോം.
ഖത്തറിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നുവെന്നും ഹമാസ്. ആക്രമണത്തിന് ശേഷം ഹമാസ് ആദ്യമായാണ് പ്രതികരിക്കുന്നത്. ക്രിമിനൽ നെതന്യാഹു അന്താരാഷ്ട്ര നിയമങ്ങൾ ലംഘിക്കുകയാണ്. അറബ് മുസ്ലിം രാഷ്ട്രങ്ങളുടെ നിലനിൽപ്പിന് ഇസ്രയേൽ ഭീഷണിയാണെന്നും ഹമാസ് വക്താവ് പറഞ്ഞു. സ്വകാര്യ സന്ദർശനത്തിനായി ഒമാനിലെത്തിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മടങ്ങി. ഒമാനും UAEയും തമ്മിലുള്ള ചരിത്രപരമായ ബന്ധത്തിന്റെ ആഴം പ്രതിഫലിപ്പിക്കുന്നതായിരുന്നു UAE പ്രസിഡന്റിന്റെ സന്ദർശനം. സലാലയിലെ റോയൽ വിമാനത്താവളത്തിലെത്തിയ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനെ ഒമാൻ സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നേരിട്ടെത്തിയാണ് സ്വീകരിച്ചത്. ഇരു നേതാക്കളും സലാലയിലെ അൽ ഹുസൈൻ കൊട്ടാരത്തിൽ കൂടിക്കാഴ്ച നടത്തി. വിവിധ മേഖലകളിൽ ഒമാനും UAEയും തമ്മിലുള്ള സഹകരണത്തിന്റെയും പങ്കാളിത്തത്തിന്റെയും പാതകൾ ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചർച്ചകൾ നടന്നു. നിരവധി വിഷയങ്ങളിൽ പ്രാദേശിക സമാധാനവും സ്ഥിരതയും സംബന്ധിച്ച് ഇരു നേതാക്കളും അഭിപ്രായങ്ങൾ കൈമാറി. സുരക്ഷിതവും അന്തസ്സുള്ളതും സമൃദ്ധവുമായ ഒരു ജീവിതത്തിനായുള്ള തങ്ങളുടെ ജനങ്ങളുടെ അഭിലാഷങ്ങൾ നിറവേറ്റുന്ന സംരംഭങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള പ്രതിബദ്ധത ഇരു നേതാക്കളും പറഞ്ഞു. 24 ഒമാൻ. കുവൈറ്റിലെ 7 കുറ്റവാളികളുടെ വധശിക്ഷ നടപ്പിലാക്കി. ഇന്ന് പുലർച്ചെ സെൻട്രൽ ജയിൽ പരിസരത്ത് വെച്ചാണ് ഇവരെ തൂക്കിലേറ്റിയത്. 3 കുവൈറ്റ് സ്വദേശികൾ, 2 വീതം ഇറാൻ, ബംഗ്ലാദേശ് സ്വദേശികളുടെയും വധശിക്ഷയാണ് നടപ്പിലാക്കിയത്. കൊലപാതക കേസുകളിലും മയക്കുമരുന്ന് കേസുകളിലും ശിക്ഷിക്കപ്പെട്ടവരാണ് ഇവർ. മലയാളത്തിന്റെ നടന വിസ്മയം മോഹൻലാലിന്റെ 47 വർഷത്തെ അഭിനയ ജീവിതം ആഘോഷമാക്കുന്ന ഹൃദയപൂർവ്വം മോഹൻലാൽ പരിപാടി ഒക്ടോബർ 16 ദോഹയിൽ നടക്കും. ഒരുപാട് സന്തോഷം, അഭിമാനം. ഹൃദയപൂർവ്വം നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ചതിന് ഹൃദയം നിറഞ്ഞ നന്ദി. ഞാൻ നിങ്ങളെ കാണാൻ വരുന്നു ഹൃദയപൂർവ്വം എന്ന ഷോയുമായി. എന്നോടൊപ്പം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു ടീമും ഉണ്ടാകും. ഒക്ടോബർ 16 QNCCയിൽ ഹൃദയപൂർവ്വം മോഹൻലാൽ. റെഡ് ആപ്പിൾ ഇവന്റ് മാനേജ്മെന്റിന്റെ ബാനറിൽ ഖത്തർ വ്യവസായികളും മോഹൻലാലിന്റെ സുഹൃത്തുക്കളുമായ ജോൺ തോമസും മിബു ജോസും അണിയിച്ചൊരുക്കുന്ന പരിപാടി സംവിധാനം ചെയ്യുന്നത് NV അജിത്താണ്. മഞ്ജു മനോജാണ് പ്രോഗ്രാം കൺവീനർ. സിദ്ദിഖ്, മനോജ് KJN, പ്രകാശ് വർമ്മ എന്നീ നടന്മാരും വിധു പ്രതാപ്, റിമി ടോമി എന്നിവരുൾപ്പെടുന്ന ഗായക സംഘവും പരിപാടിയുടെ മാറ്റുകൂട്ടും. റംസാൻ മുഹമ്മദ്, ദിൽഷ പ്രസന്നൻ, ശ്രുതിലക്ഷ്മി എന്നിവർ നയിക്കുന്ന നർത്തക സംഘവും പരിപാടിയിൽ പങ്കെടുക്കും. 2 പതിറ്റാണ്ടായി ഖത്തറിൽ വ്യത്യസ്ത പരിപാടികൾ സംഘടിപ്പിക്കുന്ന റെഡ് ആപ്പിൾ ഇവന്റ് മാനേജ്മെന്റിന്റെ സ്ഥാനാർത്ഥികൾ ജാസിം മുഹമ്മദ്, വിക്കി, ജൂലിയ മരിയ ജോസഫ് എന്നിവരാണ്. ബഹ്റൈൻ കേരളീയ സമാജം ഓണാഘോഷം ശ്രാവണം 2025 കൊടിയേറി. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നിരവധി കലാപരിപാടികളും ഒരുക്കി. ബഹ്റൈൻ കേരളീയ സമാജത്തിൽ നടന്ന ഈ വർഷത്തെ ഓണാഘോഷങ്ങളുടെ കൊടിയേറ്റം സമാജം പ്രസിഡന്റ് PV രാധാകൃഷ്ണപിള്ള നിർവഹിച്ചു. ജനറൽ സെക്രട്ടറി വർഗീസ് കാരക്കൽ, ശ്രാവണം ഓണാഘോഷ കമ്മിറ്റി കൺവീനർ വർഗീസ് ജോർജ്, ഭരണസമിതി അംഗങ്ങൾ, ശ്രാവണം ആഘോഷ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ കൊടിയേറ്റ ചടങ്ങിൽ പങ്കെടുത്തു. സഹായ സഹകരണം പ്രതീക്ഷിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓണാശംസ. പ്രസിഡന്റ് സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ വർഷം അസുലഭ ഒരു വിശേഷം ലഭിച്ചിരിക്കുകയാണ്. ഓണാഘോഷ പരിപാടികളുടെ ആസ്വദിച്ചു. തീർച്ചയായിട്ടും ഇവിടെയാണ് സംഘടിപ്പിക്കുന്നത്. ഉണ്ണികൃഷ്ണപിള്ളയുടെയും വിനയചന്ദ്രൻ നായരുടെയും നേതൃത്വത്തിലാണ് കൊടിയേറ്റ ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പരിപാടിയുടെ ഭാഗമായി 100-ൽ പരം വാദ്യ കലാകാരന്മാർ അണിനിരുന്ന വാദ്യഘോഷവും വിജിത ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ അവതരിപ്പിച്ച ഓണപ്പാട്ടും സമാജമംഗം അനു തോമസ് നേതൃത്വം നൽകിയ 80-ലധികം കലാകാരന്മാർ പങ്കെടുത്ത വള്ളപ്പാട്ടും ശ്രദ്ധേയമായി. 24 ബഹ്റൈൻ. ജിദ്ദയിൽ അബീർ മെഡിക്കൽ ഗ്രൂപ്പിന് കീഴിൽ ആരോഗ്യ പരിപോഷണ മേഖലയിലെ ആധുനിക ചികിത്സാ രീതിയായ IV ഡ്രിപ്പ് തെറാപ്പി ആരംഭിച്ചു. ജിദ്ദ അസീസിയ ബ്രാഞ്ചിലാണ് പുതിയ സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. ഉടൻ തന്നെ മറ്റ് ശാഖകളിലേക്കും സേവനം വ്യാപിപ്പിക്കുമെന്ന് അബീർ മെഡിക്കൽ സെന്റർ മാനേജ്മെന്റ് അറിയിച്ചു. അസീസിയയിലെ IV ഡ്രിപ്പ് തെറാപ്പിയുടെ ഉദ്ഘാടനം അബീർ ഗ്രൂപ്പ് എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് അഹമ്മദ് ആലുങ്കൽ നിർവഹിച്ചു. സ്ട്രാറ്റജിക് പ്ലാനിംഗ് VP ഡോക്ടർ ജംഷീദ് അഹമ്മദ് പുതിയ ചികിത്സാ രീതിയെക്കുറിച്ച് വിശദീകരിച്ചു. ആരോഗ്യം മെച്ചപ്പെടുത്താനും ഊർജ്ജസ്വലത നിലനിർത്താനും സഹായിക്കുന്ന ആധുനിക ചികിത്സാ രീതിയാണ് IV ഡ്രിപ്പ് തെറാപ്പി. സൗന്ദര്യ സംരക്ഷണ മേഖലയിൽ ഈ നൂതന ചികിത്സാ രീതിക്ക് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. ദഹനേന്ദ്രിയ വ്യവസ്ഥയെ മറികടന്ന് പോഷകങ്ങൾ നേരിട്ട് കോശങ്ങളിൽ എത്തിക്കുന്നതിനാൽ ഇതിന് വളരെ വേഗത്തിൽ ഫലം ലഭിക്കുന്നുണ്ട് എന്ന് അബീർ മാനേജ്മെന്റ് അറിയിച്ചു. ഒരു വിയോഗ വാർത്തയിലേക്കാണ്. മലയാളി നഴ്സ് കുവൈറ്റിൽ അന്തരിച്ചു. എറണാകുളം മുളന്തുരുത്തി വെട്ടിക്കൽ സ്വദേശിനി വത്സ ജോസാണ് മരിച്ചത്. കുവൈറ്റ് സബാ മെറ്റേണിറ്റി ആശുപത്രിയിൽ സ്റ്റാഫ് നഴ്സായിരുന്നു. സംസ്കാര ചടങ്ങുകൾ പിന്നീട് കുറുപ്പംപടി സെന്റ് മേരീസ് കത്തീഡ്രൽ പള്ളിയിൽ നടക്കും.
വലതുപക്ഷ ആക്ടിവിസ്റ്റും മാധ്യമപ്രവർത്തകനും ട്രംപ് അനുയായിയുമായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു. ട്രംപിന്റെ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ പങ്കുവഹിച്ച യുവനേതാവാണ് കൊല്ലപ്പെട്ടത്. അമേരിക്കയ്ക്ക് ഇത് ഇരുണ്ട നിമിഷമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അനുശോചിച്ചു. പ്രതിക്കായി തിരച്ചിൽ തുടരുകയാണ്. യൂട്ടാ വാലി സർവകലാശാല ക്യാമ്പസിൽ പ്രസംഗിക്കുന്നതിനിടെയാണ് ചാർലി കിർക്കിന് വെടിയേറ്റത്. രാജ്യത്ത് തുടർച്ചയായുണ്ടാകുന്ന വെടിവയ്പ്പുകളെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു കിർക്ക്. അപ്രതീക്ഷിതമായുണ്ടായ ആക്രമണം. കിർക്കിന്റെ കഴുത്തിലാണ് വെടിയുണ്ട തുളച്ചു കയറിയത്. ക്രൂരമായ കൊലപാതകത്തിൽ അതീവ ദുഃഖമെന്ന് ട്രംപ് പ്രതികരിച്ചു. രാജ്യത്തിന് ഇത് ഇരുണ്ട നിമിഷം. യുവാക്കളെ ഇത്രയേറെ അടുത്തെറിഞ്ഞ മറ്റൊരാളില്ല. ഞാനുൾപ്പെടെ എല്ലാവരും കിർക്കിനെ സ്നേഹിച്ചു, ആരാധിച്ചു, ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചു. അമേരിക്കൻ പ്രസിഡന്റിന്റെ കുടുംബവുമായും അടുത്ത ബന്ധം പുലർത്തിയിരുന്ന കിർക്ക് ട്രംപിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ നിർണായക പങ്കുവഹിച്ചു. സർക്കാർ രൂപീകരിച്ചപ്പോൾ പ്രധാനപ്പെട്ട ഔദ്യോഗിക പദവിയിലേക്ക് കിർക്കിനെ പരിഗണിച്ചിരുന്നു. എന്നാൽ യുവാക്കൾക്കിടയിൽ ഏറെ പ്രീതി നേടിയ കിർക്ക് സ്വതന്ത്രനായി തുടരുന്നതാണ് നല്ലതെന്ന വിലയിരുത്തലിൽ ട്രംപ് ആ തീരുമാനം തിരുത്തി. യുവജന സംഘടനയായ ടേണിംഗ് പോയിന്റ് USA മേധാവിയും സഹസ്ഥാപകനുമാണ് കിർക്ക്. ഏറെ പ്രചാരമുള്ള പോഡ്കാസ്റ്റുകളുടെ അവതാരകൻ. ചാർലി കിർക്കിനുള്ള ആദരസൂചകമായി രാജ്യത്ത് 4 ദിവസം ദുഃഖാചരണം പ്രഖ്യാപിച്ചു. ഇന്റർനാഷണൽ ഡെസ്ക് 24. നേപ്പാളിലെ ആഭ്യന്തര സംഘർഷത്തിൽ മരണം 31. താൽക്കാലിക ഭരണ സംവിധാനത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. നേപ്പാൾ വൈദ്യുതി അതോറിറ്റിയുടെ മുൻ MD കുൽമാൻ ഗിസിങ്ങിനെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്ന് ഒരു വിഭാഗം പ്രക്ഷോഭകർ ആവശ്യപ്പെട്ടു. സൈന്യത്തിന്റെ നേതൃത്വത്തിൽ ചർച്ചകൾ തുടരുകയാണ്. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി താൽക്കാലിക ഭരണ ചുമതല ഏറ്റെടുക്കാൻ ധാരണയിലെത്തിയതിന് പിന്നാലെയാണ് നേപ്പാൾ വൈദ്യുതി അതോറിറ്റിയുടെ മുൻ MD കുൽമാൻ ഗിസിങ്ങിനെ ഇടക്കാല പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യവുമായി ഒരു വിഭാഗം പ്രക്ഷോഭകർ രംഗത്തു വന്നത്. പ്രക്ഷോഭകരുമായി സൈനിക മേധാവി പലതവണ ചർച്ചകൾ നടത്തി. എത്രയും വേഗം അടുത്ത ഭരണ നേതൃത്വത്തെ തിരഞ്ഞെടുക്കണമെന്ന് പ്രസിഡന്റ് രാംചന്ദ്ര പൗഡൽ ആഹ്വാനം ചെയ്തു. 2 ദിവസത്തെ പ്രക്ഷോഭത്തിൽ 31 പേർ മരിച്ചതായി നേപ്പാൾ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. മരിച്ച 25 പേരെ തിരിച്ചറിഞ്ഞെങ്കിലും പേരുവിവരങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. തെക്കുകിഴക്കൻ കാഠ്മണ്ഡുവിലെ ജയിലിൽ നിന്നും ചാടിയ തടവുകാർക്ക് നേരെ സൈന്യം നടത്തിയ വെടിവയ്പിൽ 2 പേർ മരിച്ചു, 12 പേർക്ക് പരിക്കേറ്റു. സംഘർഷത്തിനിടെ 15,000-ഓളം പേർ ജയിൽ ചാടിയതായാണ് റിപ്പോർട്ട്. അതിൽ 200 പേരെ പിടികൂടി. 60ഓളം പേരെ ഇന്ത്യൻ അതിർത്തികളിൽ നിന്നാണ് പിടികൂടിയത്. നേപ്പാളിൽ കുടുങ്ങിയ ഇന്ത്യക്കാർക്കായി ഇന്ന് എയർ ഇന്ത്യയും ഇൻഡിഗോയും അധിക വിമാന സർവീസുകൾ നടത്തി. 24 ഡൽഹി. ന്യൂനപക്ഷ സംഗമം നടത്താനൊരുങ്ങി സർക്കാർ. ക്രിസ്ത്യൻ മുസ്ലിം മതവിഭാഗങ്ങളിൽ നിന്നായി ക്ഷണിക്കപ്പെട്ട 1500 പേരെ പങ്കെടുപ്പിക്കും. ഒക്ടോബർ മാസത്തിൽ സംഗമം നടത്താനാണ് തീരുമാനം. കൊച്ചിയാകും സംഗമവേദി. ആഗോള അയ്യപ്പ സംഗമം മതപരമായ പരിപാടിയാണെന്ന വിമർശനങ്ങൾക്കിടെയാണ് സർക്കാരിന്റെ പുതിയ നീക്കം. ന്യൂനപക്ഷ ക്ഷേമം എന്ന ആശയമുയർത്തി ന്യൂനപക്ഷ സംഗമം നടത്താനാണ് സർക്കാർ നീക്കം. വിവിധ സമുദായ സംഘടനകളും നേതാക്കളുമായി ആശയവിനിമയം ആരംഭിച്ചിട്ടുണ്ട്. അയ്യപ്പ സംഗമം സംഘടിപ്പിക്കാനുള്ള സർക്കാർ തീരുമാനം വിമർശനങ്ങളും ചോദ്യങ്ങളും ഉയർത്തിയിരുന്നു. ന്യൂനപക്ഷ ക്ഷേമം, ന്യൂനപക്ഷ സമുദായങ്ങളുടെ ആവശ്യങ്ങൾ എന്നിവയ്ക്കൊപ്പം ന്യൂനപക്ഷങ്ങൾ രാജ്യത്ത് നേരിടുന്ന വെല്ലുവിളികളും സംഗമത്തിൽ ഉയർന്നുവരും. സംസ്ഥാനത്തിന് പുറത്തുനിന്നും ന്യൂനപക്ഷ പ്രതിനിധികളെ എത്തിക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് വർഷത്തിലെ സർക്കാരിന്റെ പ്രധാന ചുവടുവയ്പായി മാറുകയാണ് അയ്യപ്പ സംഗമവും ന്യൂനപക്ഷ സംഗമവും. 24 തിരുവനന്തപുരം. ശബരിമല ആഗോള അയ്യപ്പ സംഗമത്തിന് പച്ചക്കൊടി കാട്ടി ഹൈക്കോടതി. കർശന നിർദ്ദേശങ്ങളോടെയാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവനും തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തും പ്രതികരിച്ചു. അയ്യപ്പ സംഗമത്തിന്റെ ഭാഗമായി പമ്പയിൽ സ്ഥിര നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുത്. കണക്കുകൾ കൃത്യമായി സൂക്ഷിക്കണം. 45 ദിവസത്തിനുള്ളിൽ ഇത് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർക്ക് കൈമാറണം. സാധാരണക്കാരായ ഭക്തരുടെ അവകാശങ്ങൾ ഹനിക്കരുത്. ഈ 3 പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളാണ് ഹൈക്കോടതി സംസ്ഥാന സർക്കാരിനും ദേവസ്വം ബോർഡിനും നൽകിയത്. കോടതി ചൂണ്ടിക്കാട്ടിയതുപോലെയാണ് പരിപാടി നടത്താൻ ഉദ്ദേശിക്കുന്നതെന്ന് ദേവസ്വം മന്ത്രി VN വാസവൻ. ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞ പോലെ തന്നെയാണ് ഇപ്പോൾ ഇതെല്ലാം പ്ലാൻ ചെയ്തിട്ടുള്ളത്. അവിടെ നിലവിൽ വരുന്ന തീർത്ഥാടകർക്ക് ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവാത്ത തരത്തിലായിരിക്കും ഇത് സംഘടിപ്പിക്കുക എന്ന് നേരത്തെ തന്നെ ബോർഡ് തീരുമാനിച്ചിരുന്നു. കോടതിയുടെ സംശയങ്ങൾക്ക് കൃത്യമായ മറുപടി നൽകിയെന്നായിരുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്തിന്റെ മറുപടി. വേണ്ടിവന്നാൽ പ്രതിപക്ഷ നേതാവിനെ ഇനിയും ക്ഷണിക്കുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞു. വിവിധ രാജ്യങ്ങളിൽ നിന്ന് 3000-ഓളം പേർ അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കും. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്ന സെപ്റ്റംബർ 19, 20 തീയതികളിൽ വെർച്വൽ ക്യൂ സാധ്യമാകുന്നില്ലെന്ന ആരോപണവും PS പ്രശാന്ത് നൽകി. 19, 20 തീയതികളിൽ ഓൺലൈൻ ബുക്കിംഗ് നടത്താൻ കഴിയുന്നില്ലെന്നായിരുന്നു ഹിന്ദു സംഘടനകളുടെ ആക്ഷേപം. വിവിധ ബ്യൂറോകൾക്കൊപ്പം വിഷ്ണു സുരേഷ്, 24 കൊച്ചി.
മുതിർന്ന കോൺഗ്രസ് നേതാവ് പി തങ്കച്ചൻ അന്തരിച്ചു. 86 വയസ്സായിരുന്നു. ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ആലുവ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയവെയാണ് അന്ത്യം. മന്ത്രി, നിയമസഭാ സ്പീക്കർ, UDF കൺവീനർ, KPCC അധ്യക്ഷൻ എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. നാളെ രാവിലെ 11 മണിക്ക് മൃതദേഹം വീട്ടിലെത്തിക്കും. പൊതുദർശനം ഉണ്ടാകില്ല. മറ്റന്നാൾ ഉച്ചകഴിഞ്ഞ് 3 മണിക്ക് നെടുമ്പാശ്ശേരി അകപ്പറമ്പ് പള്ളിയിലാണ് സംസ്കാരം. ശരീരം അവശതകൾ കാണിച്ചു തുടങ്ങിയ കാലത്ത് പോലും മനസ്സിന് പ്രായമാകാത്ത നേതാവായിരുന്നു പി തങ്കച്ചൻ. പ്രതിസന്ധി കാലങ്ങളിൽ കോൺഗ്രസിനെയും UDFനെയും ദുർബലമാകാതെ ചേർത്ത് പിടിച്ച നേതാവാണ് വിടവാങ്ങിയത്. മുതിർന്നവർ പ്രധാന സ്ഥാനങ്ങളിൽ നിന്ന് മാറി നിൽക്കണമെന്ന ആവശ്യവുമായി 2018 കോൺഗ്രസിലെ യുവനിര രംഗത്തെത്തി. പ്രതിഷേധത്തിന്റെ മുന അന്നത്തെ UDF കൺവീനർ തങ്കച്ചനു നേരെ കൂടിയായിരുന്നു. അന്ന് തങ്കച്ചൻ പറഞ്ഞത് തനിക്ക് ഓർമ്മക്കുറവൊന്നുമില്ലെന്നും ഇനിയും UDF കൺവീനർ സ്ഥാനത്ത് ഇരിക്കാൻ സാധിക്കുമെന്നുമാണ്. ഈ സ്ഥിരത തന്നെയാണ് പി തങ്കച്ചന്റെ പ്രത്യേകത. 2004 മുതൽ 2018 വരെ തുടർച്ചയായി UDF കൺവീനർ. KPCC അധ്യക്ഷ സ്ഥാനത്തും ഇരുന്നിട്ടുള്ള തങ്കച്ചൻ 8ാം കേരള നിയമസഭയിൽ സ്പീക്കറായി. 2ാം AK ആന്റണി മന്ത്രിസഭയിൽ കൃഷിമന്ത്രിയുമായിരുന്നു. 1968 പെരുമ്പാവൂർ കോർപ്പറേഷൻ ചെയർമാനായാണ് രാഷ്ട്രീയത്തിൽ സജീവമാകുന്നത്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ കോർപ്പറേഷൻ ചെയർമാൻ എന്ന റെക്കോർഡും അന്ന് തങ്കച്ചന്റെ പേരിലായിരുന്നു. 1982 പെരുമ്പാവൂരിൽ നിന്ന് ആദ്യമായി നിയമസഭാംഗമായി. 3 തവണ വീണ്ടും പെരുമ്പാവൂരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2001 2006 പരാജയം രുചിച്ചു. പിന്നീട് പൂർണ്ണമായും മുന്നണി നേതൃത്വത്തിലേക്ക് മാറുകയായിരുന്നു. റിസർച്ച് ഡെസ്ക് 24. വാഹനാപകടത്തിൽ പരുക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നതിനിടെ മസ്തിഷ്ക മരണം സംഭവിച്ച കൊല്ലം കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ ഹൃദയം മറ്റൊരാളിൽ മിടിച്ചു തുടങ്ങി. അങ്കമാലി സ്വദേശിക്കാണ് കൊച്ചി ലിസി ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെച്ചത്. ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറത്തിന്റെ നേതൃത്വത്തിലായിരുന്നു ശസ്ത്രക്രിയ. തിരുവനന്തപുരം കിംസ് ആശുപത്രിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് ഹൃദയം കൊച്ചിയിലെത്തിച്ചത്. ഇന്നലെയാണ് കൊട്ടാരക്കര സ്വദേശി ഐസക് ജോർജിന്റെ മസ്തിഷ്ക മരണം സ്ഥിരീകരിച്ചത്. ഐസക്കിന്റെ ആഗ്രഹപ്രകാരം കുടുംബം അവയവദാനത്തിന് തയ്യാറായി. തന്റെ സ്കില്ലും പാഷനുള്ള ഒരു വ്യക്തിയാണ് ഐസക് എന്ന് പറയുന്നത്. നമ്മൾ വിചാരിക്കാതിനപ്പുറത്ത് തന്നെ ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഉച്ചയ്ക്ക് 12:15 ഹൃദയവുമായി മെഡിക്കൽ സംഘം കിംസിൽ നിന്ന് പുറപ്പെട്ടു. 5 മിനിറ്റിനുള്ളിൽ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ. കൃത്യം 1:25 കൊച്ചി ബോൾഗാട്ടിയിലെ ഗ്രാൻഡ് ഹയാത്തിന്റെ ഹെലിപ്പാഡിൽ ഹെലികോപ്റ്റർ പറന്നിറങ്ങി. ഹയാത്തിൽ നിന്ന് ആധുനിക മെഡിക്കൽ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പ്രത്യേകം സജ്ജീകരിച്ച ആംബുലൻസിൽ ലിസി ആശുപത്രിയിലേക്ക് ഹൃദയമെത്തിയത് 4 മിനിറ്റ് കൊണ്ട്. അങ്കമാലി സ്വദേശിയായ 28-കാരനിലാണ് ഐസക്കിന്റെ ഹൃദയം മാറ്റിവെച്ചത്. അടുത്ത 48 മണിക്കൂർ നിർണായകമെന്ന് ഡോക്ടർ ജോസ് ചാക്കോ പെരിയപ്പുറം. സാധാരണ ഹൃദയ ശസ്ത്രക്രിയ ചെയ്യുന്നത് പോലെയല്ല. നമ്മൾ ഹൃദയം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ ഘടിപ്പിക്കുന്ന ഹൃദയം സ്പന്ദിക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ആ പേഷ്യന്റിന്റെ ജീവിതം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ്. അതുകൊണ്ട് ടെൻഷനുണ്ട്. എന്നിരുന്നാലും ഇതുവരെ നമ്മൾ ചെയ്ത സർജറി വളരെ ഭംഗിയായിട്ടാണ് പോയിരിക്കുന്നത്. ഐസക് ജോർജിന്റെ ഹൃദയം ഉൾപ്പെടെ 6 അവയവങ്ങളാണ് ദാനം ചെയ്തത്. 24 കൊച്ചി. കൊണ്ടും കൊടുത്തും ഡോക്ടർ KT ജലീൽ MLAയും യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി PK ഫിറോസും തമ്മിൽ പോര്. KT ജലീലിന്റെ അനധികൃത സ്വത്ത് സമ്പാദന ആരോപണത്തിന് മറുപടിയുമായി PK ഫിറോസ് രംഗത്ത് വന്നു. തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ കണ്ട KT ജലീൽ താൻ ഉന്നയിച്ച ആരോപണങ്ങൾ PK ഫിറോസ് ശരിവെച്ചുവെന്ന് അവകാശമുന്നയിച്ചു. സൈബർ ഇടങ്ങളിൽ തുടങ്ങിയ KT ജലീൽ PK ഫിറോസ് യുദ്ധം പുതിയ തലത്തിലേക്ക് കടന്നു. KT ജലീലിന്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ PK ഫിറോസാണ് ഇന്നാദ്യം വാർത്താ സമ്മേളനം വിളിച്ചത്. ജലീൽ മന്ത്രിയായിരിക്കെ കോടികളുടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും അത് കണ്ടുപിടിക്കാനുള്ള തന്റെ ശ്രമങ്ങളിൽ വിറളി പിടിച്ചാണ് KT ജലീലിന്റെ ആക്രമണമെന്ന വലിയ ആരോപണമാണ് PK ഫിറോസ് ആദ്യം തൊടുത്തുവിട്ടത്. അദ്ദേഹം മന്ത്രിയായിരിക്കുന്ന സമയത്ത് നടത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ഒരു അഴിമതി പിടിക്കപ്പെടാൻ പോകുന്നു, അത് പുറത്തു വരാൻ പോകുന്നു എന്നതിൻ്റെ വെപ്രാളത്തിലാണ് അദ്ദേഹം ഇപ്പോൾ എനിക്കെതിരെ നിരന്തരമായ ആക്ഷേപങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും വൈകാതെ KT ജലീൽ വാർത്താ സമ്മേളനം വിളിച്ചു. തന്റെ ആരോപണങ്ങളെല്ലാം ഫിറോസ് ശരിവെക്കുകയാണെന്ന് ജലീൽ ആവർത്തിച്ചു പറഞ്ഞു. ദുബായിൽ 5.25 ലക്ഷം രൂപ ശമ്പളം നൽകുന്ന സ്ഥാപനത്തിന്റെ വിലാസമെന്തെന്ന ചോദ്യവും ഉന്നയിച്ചു. ഒരുപാട് രാജ്യങ്ങളിൽ ബിസിനസ്സുകൾ നടത്താൻ കഴിവുള്ള, എന്നാൽ അതോടൊപ്പം കേരളത്തിൽ യൂത്ത് ലീഗിന്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മുന്നിലും ചുക്കാൻ പിടിച്ചു നിൽക്കുന്ന കേരള രാഷ്ട്രീയത്തിലെ മായാവിയാണ് ശ്രീ PK ഫിറോസ്. തനിക്ക് ബിസിനസ് ഉണ്ടെന്ന PK ഫിറോസിന്റെ വെളിപ്പെടുത്തലിനെയും KT ജലീൽ വ്യാഖ്യാനിച്ചത് തന്റെ ആരോപണങ്ങളുടെ ശരിവെക്കലുകളായാണ്. 24 തിരുവനന്തപുരം കോഴിക്കോട്.
രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങളിൽ കോൺഗ്രസിൽ പോര് തുടരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന് അനുകൂലമായി മൊഴി നൽകിയ യുവതിക്ക് സംഘടനയുമായി ബന്ധമില്ല എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതികരണം. കോൺഗ്രസിലെ ഉന്നത ഗൂഢാലോചന അന്വേഷിക്കണമെന്നാണ് ആവശ്യപ്പെട്ടത് എന്ന് മൊഴി നൽകിയ ജീന സജി 24നോട് പറഞ്ഞു. വിവാദം അടഞ്ഞ അധ്യായമെന്ന് ആവർത്തിക്കുകയാണ് പ്രതിപക്ഷ നേതാവ്. ലൈംഗികാരോപണം ഉയർന്നതിന് പിന്നാലെ നിരവധി പരാതികൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് ലഭിച്ചിരുന്നു. ഇതിനിടയിലാണ് രാഹുലിനെ അനുകൂലിച്ചുകൊണ്ടുള്ള ജീന സജിയുടെ പരാതി. രാഹുലിനെതിരെ ഗൂഢാലോചന നടക്കുന്നു എന്ന് സൂചന നൽകുന്നതായിരുന്നു പരാതി. കോൺഗ്രസിനകത്തും പുറത്തും ഉള്ളവർക്ക് പങ്കുണ്ടോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ടെന്നുള്ള രീതിയിലാണ് ഞാൻ മൊഴി കൊടുത്തത്. അതിൽ വി ഡി സതീശന്റെ പേരോ രമേശ് ചെന്നിത്തലയുടെ പേരോ എടുത്തു പറഞ്ഞിട്ടില്ല. ഇത്രയും സെൻസിറ്റീവായിട്ടൊരു കേസ് മീഡിയയ്ക്ക് അവർ കൊടുക്കുന്നുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചിൽ പോലും മൊഴി കൊടുക്കുന്നവർക്കും പരാതിക്കാർക്കും യാതൊരു സെക്യൂരിറ്റി ഇല്ലെന്നല്ലേ നിങ്ങൾ വരുത്തുന്നത്? ഗൂഢാലോചനയ്ക്ക് പിന്നിൽ ആരെന്ന് വിശദീകരിച്ചിരുന്നില്ല. എന്നാൽ വി ഡി സതീശനും രമേശ് ചെന്നിത്തലയ്ക്കുമെതിരെ മൊഴി നൽകിയെന്നായിരുന്നു പുറത്തുവന്ന വിവരം. ജീന സജിക്ക് സംഘടനയുമായി ബന്ധമില്ലെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ വിശദീകരണം. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന കാര്യം പാർട്ടി തീരുമാനിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. കേരളത്തിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ എല്ലാവരും കൂടിയാലോചിച്ച് എടുത്ത യുനാനിമസ് ആയിട്ടുള്ള ഏകകണ്ഠമായ തീരുമാനമാണ്. ആ തീരുമാനം പ്രഖ്യാപിച്ചത് KPCC പ്രസിഡന്റാണ്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ മുൻ ഭാരവാഹികളുമായി ബന്ധമുള്ള ആളാണ് ജീന സജി എന്നാണ് പാർട്ടിയിലെ ഒരു വിഭാഗം കുറ്റപ്പെടുത്തുന്നത്. ജീന സജിക്കെതിരെ വഞ്ചനാ കേസുകളടക്കമുള്ളതായും ആരോപണമുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. 40 സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്ന SKN40 കേരള യാത്രയിലെ വാഗ്ദാനം പാലിച്ച് 24. എറണാകുളം തൃക്കാക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനുമായി സഹകരിച്ചാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കുന്നത്. 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബായും ചേർന്ന് പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സമൂഹത്തെ ഒപ്പം ചേർത്ത SKN40യുടെ ഭാഗമായാണ് സ്കൂളുകളിൽ കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുമെന്ന പദ്ധതി പ്രഖ്യാപിച്ചത്. സംസ്ഥാനതല ഉദ്ഘാടനം എറണാകുളം തൃക്കാക്കര ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു. ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായരും കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബായും ചേർന്ന് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ലഹരിവിരുദ്ധ പോരാട്ടത്തിൽ 24നൊപ്പം ചേർന്ന് നിൽക്കുന്നതിൽ അഭിമാനമെന്ന് കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ജോർജ് സ്ലീബ. SKനും അതുപോലെ തന്നെ ചാനൽ 24ഉമായിട്ട് ചേർന്ന് പ്രവർത്തിക്കാൻ കിട്ടിയ അവസരം ഏറ്റവും നല്ല, ഏറ്റവും സന്തോഷം നൽകുന്ന, ഏറ്റവും കൃതാർത്ഥത നൽകുന്ന ഒരു അവസരമാണ് എന്നുകൂടി ഈ അവസരത്തിൽ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതാണ്. ഈ പരിപാടിക്ക് എല്ലാവിധ മംഗളങ്ങളും ചേർന്നു. അതുപോലെ തന്നെ ഇതുപോലെയുള്ള നല്ല ജനോപകാര പദ്ധതികളുമായി, അതുപോലെ നമ്മുടെ കുട്ടികളെ നല്ല വഴിക്ക് തിരിച്ചുവിടാൻ പറ്റുന്ന പദ്ധതികളുമായി SKനും അദ്ദേഹത്തിൻ്റെ ടീമും ഇനിയും വരട്ടെ. അവർക്ക് അവരുടെ പദ്ധതിയിൽ ഭാഗമാക്കുവാൻ, അവർക്ക് കൈത്താങ്ങാകുവാൻ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ഉണ്ടാകും എന്ന് പറയാനും ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട 40 സ്കൂളുകളിലാണ് SKN40യുടെ ഭാഗമായി കമ്പ്യൂട്ടർ ലാബുകൾ സ്ഥാപിക്കുക. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സമൂഹത്തെ ആകെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായാണ് പദ്ധതിയെന്ന് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പറഞ്ഞു. നമ്മുടെ ഈ പച്ചപ്പുള്ള മനോഹരമായ മണ്ണ്, എനിക്ക് പിറന്ന ഈ നാട് വലിയ അപകടത്തിൽ മൂക്കുകുത്തി വീണ് കഴിഞ്ഞു. ഒരുപാട് രാസലഹരിയും അതുപോലെയുള്ള സംഭവങ്ങളും കേരളത്തിലേക്ക് കടന്നു വന്ന് കഴിഞ്ഞു. നമ്മളെല്ലാം ഒന്നിച്ച് കൈകോർത്ത് ഈ അണിചേർന്ന് ഈ നമ്മുടെ എല്ലാ കുട്ടികളെയും ഇതിൽ നിന്ന് മോചിപ്പിച്ചെടുക്കണം. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു യത്നം കൂടി ആകട്ടെ നമ്മുടെ ഇന്നത്തെ ഈ സമ്മേളനം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. SKN40യുടെ സമാപന ചടങ്ങിലാണ് ലഹരിവിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായി സർക്കാർ സ്കൂളുകളിൽ കമ്പ്യൂട്ടർ നൽകുമെന്ന് 24ഉം കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷനും ചേർന്ന് പ്രഖ്യാപിച്ചത്. കെ ചിറ്റിലപ്പള്ളി ഫൗണ്ടേഷൻ ജോയിന്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ B ജയരാജ്, സോഷ്യൽ ഇനിഷ്യേറ്റീവ് ഡയറക്ടർ SM വിനോദ്, സിനിമാ താരം നസീർ സംക്രാന്തി, സ്കൂൾ പ്രിൻസിപ്പൽ ജിജോ ജോൺ, ഹെഡ്മാസ്റ്റർ മനോജ് എസ്, 24 ഹെഡ് ഓഫ് ന്യൂസ് C ഉണ്ണികൃഷ്ണൻ, എഡിറ്റർ ഇൻചാർജ് PP ജെയിംസ്, സീനിയർ എക്സിക്യൂട്ടീവ് എഡിറ്റർ KR ഗോപികൃഷ്ണൻ, ഫ്ലവേഴ്സ് സീനിയർ മാനേജർ ഉഷ ശ്രീകണ്ഠൻ നായർ എന്നിവരും പങ്കെടുത്തു. 24 കൊച്ചി. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.